പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് കുമാർ സെഹ്ഗാൾ രാജിവെച്ചു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം രാജി സ്വീകരിച്ചു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിൽ ഇനി 1.5 വർഷം കൂടെ ശേഷിക്കുകയാണ് രാജി കാരണങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ക്രിസ്റ്റീന, ഹാഷ്മി, ഈ അപ്രതീക്ഷിതമായ ഒരു രാജിയാണ് ഈ പ്രസാർ ഭാരതി അധ്യക്ഷൻ നവനീത് സെഹ്ഗാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് അദ്ദേഹം രാജിക്കത്ത് മന്ത്രാലയത്തിന്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് സമർപ്പിക്കുകയും അതിന് ഇന്നലെ ആ രാജി അംഗീകരിച്ചുകൊണ്ടുള്ള മറുപടി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. 1.5 വർഷത്തെ കാലാവധി ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്നാൽ എന്താണ് ഇത്തരത്തിൽ രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്ന കാര്യത്തിൽ വ്യക്തമല്ല. നവനീത് സെഹ്ഗാളിന്റെ ഓഫീസോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയമോ ഇതിൽ യാതൊരു കാരണങ്ങളും വിശദീകരണങ്ങളും നൽകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അദ്ദേഹം 2023 ഉത്തർപ്രദേശിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും വിരമിക്കുന്നത്. തുടർന്ന് തൊട്ടടുത്ത വർഷം 2024 മാർച്ച് 16 അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധങ്കർ അധ്യക്ഷനായ സെലക്ഷൻ സമിതി അദ്ദേഹത്തെ പ്രസാർ ഭാരതിയുടെ അധ്യക്ഷനായി നിയമിക്കുന്നത്. തുടർന്ന് അദ്ദേഹം 2 വർഷത്തോളം കാലാവധി പൂർത്തിയാക്കി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ രാജി വെച്ചിരിക്കുന്നത്. 35 വർഷത്തോളം ഉത്തർപ്രദേശിൽ ഒരു ഉദ്യോഗസ്ഥൻ, സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രവർത്തിച്ച് വലിയ അനുഭവ പരിചയം സംസ്ഥാനത്തും ഒപ്പം തന്നെ മറ്റ് കേന്ദ്ര കേഡറിലും പ്രവർത്തിച്ച് അദ്ദേഹത്തിന് ഉണ്ട്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലെ ദേശീയപാത, എക്സ്പ്രസ് പാത നിർമ്മാണത്തിന്റെ ചുമതല അദ്ദേഹം ഏറ്റെടുത്ത് അതീവ വിജയകരമായി വേഗം പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു പൊൻതൂവലായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന മായാവതിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു IAS ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു നവനീത് സെഹ്ഗാൾ. ഇത്തരത്തിലുള്ള വിവിധ മേഖലകളിൽ അനുഭവ പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് പ്രസാർ ഭാരതിയിൽ ഇനിയും 1.5 വർഷം കാലാവധി ബാക്കി നിൽക്കുമ്പോൾ രാജിവെക്കുന്നത്. അതിന്റെ കാരണങ്ങൾ എന്ത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരും മണിക്കൂറിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.